ഹലോ ഫ്രണ്ട്സ്, നീമാസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വീറ്റാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്, ചോക്ലേറ്റ് ഷീര. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ഒരു തംസപ്പും കൊടുക്കുക. ഇനി നമുക്ക് ചോക്ലേറ്റ് ഷീരക്ക് വേണ്ടിയുള്ള ചേരുവകൾ നോക്കാം. പഞ്ചസാര 6 മുതൽ 8 ടേബിൾ സ്പൂൺ, കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ, പാല് 1 കപ്പ്, റവ 1 കപ്പ്, ചോക്ലേറ്റ് ക്യൂബ്സ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് 1/2 കപ്പ്, വെള്ളം 1/4 കപ്പ്, വറുത്ത കശുവണ്ടിയും ബദാമും 1/4 കപ്പ്, വെനില എസൻസ് 1/2 ടേബിൾ സ്പൂൺ, ഗീ 2+1 ടേബിൾ സ്പൂൺ. ചൂടായ പാനിലോട്ട് കൊക്കോ പൗഡറും പാലും ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം. കട്ട പിടിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. ശേഷം ബാക്കിയുള്ള പാലും ഇട്ട് തിളക്കുന്നതുവരെ കാത്തിരിക്കാം. തിളക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചോക്ലേറ്റ് പീസസ് ഇടാം. ചെറുതീയിൽ ഒന്ന് മിക്സ് ചെയ്യാം. തുടർച്ചയായി ഇളക്കുക. കട്ട പിടിക്കാതെ ഇരിക്കാൻ നോക്കണം. നമുക്കിനി 1/4 കപ്പ് വെള്ളവും ചേർക്കാം. ഞാൻ ഫ്ലെയിം കൂട്ടുകയാണ്. ഇതും തിളക്കുന്നതുവരെ കാത്തിരിക്കാം. നല്ലോണം തിളക്കുന്നുണ്ട്. തീ ഓഫ് ചെയ്ത് സൈഡിലോട്ട് മാറ്റി വെക്കാം. നമുക്ക് മറ്റൊരു പാനിലോട്ട് നെയ്യ് ഇടാം. ഇതിലോട്ട് റവ ചേർക്കാം. 3-4 മിനിറ്റ് നേരത്തേക്ക് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുതീയിൽ വേണം റോസ്റ്റ് ചെയ്യുവാൻ. നല്ലതുപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലോട്ട് വാനില എസൻസ് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ശേഷം പഞ്ചസാര ഇടാം. വീണ്ടും മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മാറ്റിവെച്ചിരിക്കുന്ന ചോക്ലേറ്റ് മിക്സ്ചർ അരിച്ചിടാം. വെള്ളം മുഴുവനും വറ്റുന്നതുവരെ ഇതുപോലെ ഇളക്കുക. വളരെ കുറച്ച് തീയിൽ വേണം ഇത് ഇളക്കിയെടുക്കുവാൻ. മിക്സ്ചർ ഇതുപോലെ ഇരിക്കണം. ഇപ്പോഴാണ് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കേണ്ടത്. ശേഷം കശുവണ്ടിയും ബദാമും ഇട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് ഷീര അങ്ങനെ റെഡിയായി. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യണം. വല്ല സംശയം തോന്നിയാൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. See you all in my next video with another tips and tricks.